ഹലോ മറ്റ്സ് ഫാമിലിയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു കുക്കിംഗ് വീഡിയോ ആണ്. നമുക്ക് ചക്ക സീസൺ ആയതുകൊണ്ട് തന്നെ ഇവിടെ ചക്ക കിട്ടുന്നുണ്ട്. അപ്പോൾ എനിക്ക് കുറച്ച് ചക്ക കിട്ടി. പിന്നെ ഞങ്ങളുടെ കയ്യിൽ ചാള മീനും ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വെച്ച് എന്തായാലും ഒന്ന് ചക്കപ്പുഴുക്കും നമുക്ക് ചാള മീനും കൂടെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ സിമ്പിളായിട്ട് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ എങ്ങനെയാണ് ഉണ്ടാക്കിയെന്ന് നോക്കിയാലോ. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ചാള മീൻ വെക്കാൻ വേണ്ടിയിട്ടുള്ള അരപ്പിന് വേണ്ടിയിട്ട് കുറച്ച് മുളക് പൊടിയും മല്ലിപ്പൊടിയും കൂടെ വറുത്തെടുക്കണം. അപ്പോൾ ആദ്യം ഞാനൊരു പാൻ ചൂടാക്കിയിട്ട് അതിലേക്ക് 2 സ്പൂൺ മുളക് പൊടി, 1.5 സ്പൂൺ മല്ലിപ്പൊടി, പിന്നെ കുറച്ച് ഉലുവപ്പൊടി, ഇത് രണ്ടും കൂടി ഇട്ട് നല്ലോണം ഒന്ന് ചൂടാക്കിയെടുത്തു. മുളക് കരിയാൻ പാടില്ല, അതുകൊണ്ട് ഒരുപാട് തീ വയ്ക്കാൻ പാടില്ല, സിമ്മിൽ വേണം അതൊന്ന് വറുത്തെടുക്കാൻ. അത് കഴിഞ്ഞിട്ട് നമുക്ക് ജാറിലേക്ക് ആവശ്യത്തിന് കുറച്ച് തേങ്ങ ഇട്ടാൽ മതി. ഇത്തിരി തേങ്ങയും ഇട്ട് നമ്മൾ ഈ വറുത്ത് വെച്ചേക്കുന്ന പൊടികളും കുറച്ച് കുഞ്ഞുള്ളി അരിഞ്ഞത്, ഒരു ചെറിയ ഉരുള പുളി, കറിവേപ്പില, കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് നല്ലോണം ഇതൊന്ന് അരച്ചെടുക്കണം. ഇതാ ഞാനിവിടെ നല്ല വൃത്തിക്ക് അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നമുക്ക് ചട്ടിയിലേക്ക് കുറച്ച് തക്കാളി അരിഞ്ഞതിടാം. എന്നിട്ട് ഈ അരപ്പും കൂടെ ഒഴിച്ച് ആവശ്യത്തിന് ഉപ്പും ഇട്ട് കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ചിട്ട് ഇത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് അതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചേക്കുന്ന ചാള മീൻ അതിലേക്കിട്ട് ഒന്ന് കൈ കൊണ്ടൊക്കെ ഒന്ന് കറക്കി കൊടുത്ത് ഉപ്പൊക്കെ സെറ്റാണോ എന്ന് നോക്കിയിട്ട് നമുക്കിതാ മീൻ അടുപ്പിലേക്ക് വയ്ക്കാം. മൺചട്ടി ആയതുകൊണ്ട് തന്നെ തീ കുറച്ച് വേണം വയ്ക്കാനായിട്ട്. നമ്മൾ ഗ്യാസിലൂടെയല്ലേ വയ്ക്കുന്നത്. ഇത് നമ്മുടെ മീൻ ഏകദേശം തിളച്ച് ഉപ്പൊക്കെ നോക്കിയപ്പോൾ നല്ല സെറ്റാണ്. പിന്നെ കുറച്ച് കറിവേപ്പിലയും മേളിലൊക്കെ ഇട്ട് കൊടുത്ത് കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ച് നമ്മുടെ മീൻ നമുക്ക് ഒന്ന് ഉരുട്ടിയെടുത്തിട്ട് അടച്ചു വയ്ക്കാം. നമ്മുടെ മീൻ സെറ്റായിട്ടുണ്ട്. ഇനിതാ ഞാൻ ചക്കയൊക്കെ ഇവിടെ നല്ലോണം കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. വേറെ മണ്ണും പൊടിയൊന്നും ഇല്ലാത്തതുകൊണ്ട് ചക്ക അധികം കഴുകേണ്ട ആവശ്യമില്ല. എന്നാലും പേരിന് കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ചൊന്ന് കഴുകി ചക്ക അത് റെഡിയാക്കിയിട്ടുണ്ട്. ഞാൻ കുക്കറിലാണ് കേട്ടോ ചക്ക വയ്ക്കുന്നത്. അതുകൊണ്ട് തന്നെ കുക്കറിൽ ചക്ക തട്ടിയിട്ട് ആ ചക്കയ്ക്ക് നിരപ്പാവുന്ന രീതിയിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ആവശ്യത്തിന് ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടിയിട്ട് നമ്മൾ കുക്കറിൽ ചക്ക വേവിക്കാൻ വെച്ചേക്കുകയാണ്. ഈ നേരം കൂടി നമുക്ക് ചക്കയുടെ അരപ്പും കൂടി തയ്യാറാക്കാം. നമ്മുടെ മിക്സിയുടെ ജാറിൽ കുറച്ച് തേങ്ങയും കുറച്ച് ജീരകവും മഞ്ഞൾപ്പൊടിയും കുറച്ച് മുളക് പൊടിയും ഒരു വെളുത്തുള്ളിയുടെ അല്ലിയും പിന്നെ കുറച്ച് കുരുമുളക് പൊടിയും കുറച്ച് വെള്ളവും കൂടിയിട്ട് നല്ലോണം ഇതൊന്ന് അരച്ചെടുക്കാം. ഇത് ഇവിടെ അതിൻ്റെ അരപ്പ് റെഡി ആയിട്ടുണ്ട്. ഈ നേരം കൊണ്ട് നമ്മുടെ ചക്കത വേവുന്നുണ്ട്. ഞാൻ കുക്കറിലൊരു 3-4 ഫിസിലാണ് കേട്ടോ അടുപ്പിക്കുന്നത്. ചക്ക നല്ല വെന്ത് സെറ്റായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് അരപ്പ് തട്ടി നല്ലോണം ഒന്ന് ഇളക്കിയെടുക്കാം. ഇത് കൂയച്ചക്ക ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം ഇളക്കിയാലും ചെറിയ വല പോലെ ഇങ്ങനെ കാണും. നല്ലോണം ഇളക്കിയതിന് ശേഷം നമുക്ക് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് ഉപ്പൊക്കെ നോക്കി വയ്ക്കാം. ഇതാ ഇവിടെ എൻ്റെ ചക്കപ്പുഴുക്കും ചാളമീൻ കറിയൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇത് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും, വളരെ സിമ്പിളുമാണ്, ടേസ്റ്റിയാണ്. അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്